ഇന്ന് പാവയ്ക്ക കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് പരിപ്പൊന്നും ചേർക്കാതെ തേങ്ങയൊന്നും ചേർക്കാതെ ഒരു പുളി ഒഴിച്ച് പാവയ്ക്ക കൂട്ടാൻ. അപ്പോൾ കണ്ടില്ലേ, പാവയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്തു, പിന്നെ കടുകൊക്കെ വറുത്തു, വറ്റൽമുളകൊക്കെ ഇട്ട് വറുത്തു, പിന്നെ പാവയ്ക്കയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഗ്യാസ് സിമ്മാക്കി വെച്ചിട്ട് ഒരു പകുതി വേവ് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ തുറന്ന് അടച്ച് അങ്ങനെയൊക്കെ 1-2 പ്രാവശ്യം ഒന്ന് ശരിക്കും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം പകുതി വേവൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി മതിയാവുന്നേ. ഏകദേശം ഒരു നമ്മുടെ ഗ്ലാസ്സിലെ ചായ കുടിക്കുന്ന ഗ്ലാസ്സോ കപ്പോ അതിലേക്ക് ഒന്ന് ആ ഒരു അളവിൽ കേട്ടോ. പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്തു കേട്ടോ. പിന്നെ ഒരു 2 കഷ്ണം ശർക്കര, അത് എൻ്റെ ഇഷ്ടത്തിന് ചേർത്താൽ കേട്ടോ. കാരണം നല്ല എരിവുണ്ട്. ആദ്യം മുളക് പൊടി ചേർത്തു, പിന്നെ സാമ്പാർ പൊടി ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല എരിവില്ലേ, പിന്നെ പുളിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 കഷ്ണം ശർക്കര ചേർത്താണ്ടല്ലോ. ആ പാവയ്ക്ക കൂട്ടാൻ ഏത് കൊച്ചുകുട്ടികൾക്ക് കൊടുത്താലും അവർ കഴിച്ചു നോക്കും. കാരണം അത്ര ടേസ്റ്റാടോ, നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും വറ്റണം, കുറച്ച് ചെറിയ തീയിലൊന്ന് ആ പാവയ്ക്കയിലേക്ക് ആ പുളിയും മധുരവും എരിവും എല്ലാം കൂടി അങ്ങനെ അങ്ങ് പിടിച്ചു വരണ്ടേ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക കൂട്ടാൻ റെഡിയായി.